Hello friends, once again welcome back to Asli Oman. ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ബീഫ് സ്റ്റീക്ക് വിത്ത് പെപ്പർ ക്രീമി സോസ്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ബീഫ് മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ പ്രോസസ്സ് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കട്ടി കുറവുള്ള വലിയ പീസ് ബീഫ് എടുത്ത് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല ഗ്രൈൻഡ് ചെയ്തെടുക്കണം. മസാല നന്നായി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബീഫിലേക്ക് ഇത് പുരട്ടി കൊടുക്കാം. എന്നിട്ട് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ടൈം അതിൽ കൂടുതലാവുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും. സാധാരണ ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കുമ്പോൾ ബീഫ് ഗ്രിൽ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പാൻ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യാറ്. ഞാനിവിടെ ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ബീഫ് പാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാനൊരു ലോ ഫ്ലെയിമിൽ ബോത്ത് സൈഡും 4 to 5 മിനിറ്റ്സ് വരെ അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുത്തു. ഇപ്പോൾ ബീഫ് ഫ്രൈ ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കളർഫുൾ ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ഒലിവ് ഓയിലിൽ സോൾട്ടും പെപ്പർ പൗഡറൊക്കെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ബീഫ് സ്റ്റീക്കിലേക്ക് പെപ്പർ ക്രീമി സോസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക് ഫൈനലി ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ ചെറിയ ഉള്ളി, അതുപോലെ മഷ്റൂം, ഇത്രയും നമുക്ക് റെഡിയാക്കി വയ്ക്കാം.
ക്രീമി സോസിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയായി. ഇനി ഒരു സോസ് പാൻ എടുത്ത് നമുക്ക് ആദ്യം തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്, ചുവന്നുള്ളി, മഷ്റൂം എന്നിവ 1 by 1 ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്പനേരം സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡറും സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കാം. സോസിന് ഒരു തിക്ക് ടെക്സ്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട്. സോസിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരല്പം ബീഫ് ഫ്രൈ ചെയ്ത ഓയിൽ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 100 ഗ്രാമിൻ്റെ ഫ്രഷ് ക്രീം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രീം കുറച്ച് തിക്കായതുകൊണ്ട് അല്പം വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. സോസ് തിക്കായി വരുന്നവരെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പെപ്പർ ക്രീമി സോസും റെഡിയായി. നമുക്കിനി എല്ലാം ഒരു പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് സ്റ്റീക്ക് വിത്ത് പെപ്പർ ക്രീമി സോസ് റെഡി ആയിട്ടുണ്ട്. ചൂടുള്ള ഈ ക്രീമി സോസ് ബീഫ് സ്റ്റീക്കിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇനി നിങ്ങൾ ബീഫ് കഴിക്കാത്തവരാണെങ്കിൽ അതിന് പകരം ചിക്കനും യൂസ് ചെയ്യാം. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കും. Thank you for watching.